ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കേക്ക് വർക്ക് കണ്ടാലോ. ആദ്യത്തേതൊരു ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. തലേദിവസം ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് വൈകുന്നേരമാണ്, നമ്മൾ ഉച്ചയ്ക്കാണ് കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി തിക്കും തിരക്കിൽ ചെയ്ത കാരണമാണെന്ന് അറിയില്ല, നമ്മുടെ പ്രളയിൻ പൊടിച്ചപ്പോൾ വല്ലാതെ ഒന്ന് പൊടിഞ്ഞു പോയി. എന്നാലും നമ്മൾ ഫില്ലിങ്ങായിട്ട് നല്ല മാതിരി പ്രളയനും അതുപോലെ കാരമൽ സോസൊക്കെ 3 ലെയറിലും കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ നമ്മൾ കാരമൽ സോസ് കൊടുത്തിട്ടുണ്ട്. കാരമലിൻ്റെ ഫ്ലേവർ നന്നായി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് വർക്ക്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാശയാണ് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാശയിൽ നമ്മളൊരു ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും അതുമാതിരി ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഗനാശ സെറ്റായതിന് ശേഷം നമ്മൾ സൈഡിൽ മൊത്തം പ്രളയനം കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു ആനിവേഴ്സറി ടോപ്പറും പേരും എഴുതി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്നത്തെയും പലൊരു സ്പൈഡർമാൻ്റെ തീമുള്ള കേക്ക് ഉണ്ടായിരുന്നു. വൈറ്റ് ഫോറസ്റ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോപ്പറായിട്ട് നമ്മൾ സ്പൈഡർമാനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്പൈഡർമാൻ്റെ തീമൊന്നൊക്കെ മാറ്റി പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് വേറെ സ്പൈഡർമാൻ്റെ തീം കേക്കുകളുണ്ട്, പക്ഷെ ഒരാളൊന്നും പറയണില്ല, ഈ കേക്ക് തന്നെ പറയണുള്ളൂ കേട്ടോ എല്ലാവരും. പിന്നെ നമുക്കൊരു നോർമൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 1/2 kg ബട്ടർ സ്കോച്ച് കേക്കും കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെ കാര്യമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കണേ. നല്ല കാവത്ത് പുഴുങ്ങിയതല്ല, തേങ്ങയും ചുവന്നുള്ളിയൊക്കെ ഇട്ടരച്ച് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ നമുക്ക് ചൂരക്കറി ഉണ്ടായിരുന്നു. ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ, അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചൂരക്കറിയുടെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചൂര വറ്റിച്ചതായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.